ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കോവിഡ്-19 ഉണ്ടാക്കിയ പ്രതിസന്ധി വളരെ വലുതാണ്. അത് കാരണം ലോകത്തുള്ള പല മനുഷ്യർക്കും ജോലിയും അവരുടെ ഉപജീവന മാർഗവും എല്ലാം നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കേണ്ടി വന്ന അവസ്ഥയാണ്. ഇനി എന്തു ചെയ്യും എന്നറിയാതെ ഇരിക്കുന്നവരാണ് നമ്മിൽ പലരും. അവരെ സഹായിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീട്ടിലും ഇൻ്റർനെറ്റ് ഉണ്ട്. ഇൻ്റർനെറ്റിൻ്റെ ലോകം അനവധി അവസരങ്ങളാണ് നമുക്ക് തുറന്നു കാട്ടുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൻ്റെ കാലമാണിപ്പോൾ. ക്രിയേറ്റീവ് ഐഡിയാസ്, അതായത് പുതുമ ഏറിയ ഐഡിയാസ് ഉണ്ടാക്കി അതിനെ വലിയൊരു സംരംഭമാക്കി മാറ്റുന്ന കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ പഠിച്ച് നേടിയെടുത്ത സർട്ടിഫിക്കറ്റിനൊന്നും യാതൊരു വിലയുമില്ല. ഈ ന്യൂ ജനറേഷൻ ലോകത്ത് നമ്മളുടെ സ്കില്ലിനാണ് വില. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ സ്കിൽ എന്തുമാവട്ടെ, വായിക്കാൻ, വരയ്ക്കാൻ, റൈറ്റിംഗ് സ്കിൽസ്, കുക്കിംഗ്, സിംഗിങ്, വെബ്സൈറ്റ് ഡിസൈനിങ്, സോഫ്റ്റ്വെയർ റിലേറ്റഡ് സ്കിൽസ്, മൈലാഞ്ചി ഇടൽ, അങ്ങനെ ഏത് സ്കില്ലാണോ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ തിരിച്ചറിയൂ. അത് ഷാർപ്പൻ ചെയ്ത് അതിൻ്റെ മൂർച്ച കൂട്ടും. അതിൽ എക്സ്പേർട്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ഈ ലോകത്തിൽ മുന്നേറാം. സ്കിൽസിനെ വിൽക്കാം, വലിയ വിലക്ക് തന്നെ. ഗിഗ് എക്കോണമിയുടെ കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത് ഇനി ഉണ്ടാകാൻ പോകുന്ന എക്കണോമിക് ചേഞ്ചാണ് ഗിഗ് എക്കോണമി. സ്ഥിരം ജോലിക്കാർ ഇല്ലാതെ സൗകര്യമുള്ള സമയത്ത് സൗകര്യമുള്ള ആളുകൾ ജോലി ചെയ്യുന്ന അവസ്ഥയാണ് ഗിഗ് എക്കോണമി. അമേരിക്കയിലെ 36% ഓഫ് US വർക്ക് ഫോഴ്സും ഫ്രീലാൻസേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവരുടെ വരുമാനം $1.4 ട്രില്യൺ ആണ് അവർ ആനുവൽ ബേസിസായിട്ട് എക്കണോമിയിലേക്ക് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രീലാൻസിങ് ജോബ്സ് നമുക്ക് അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് തുറന്നു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലികൾ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം, വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. റിതേഷ് അഗർവാൾ എന്ന വ്യക്തിയുടെ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തൻ്റെ 26ാമത്തെ വയസ്സിലാണ് അദ്ദേഹം യങ്ങസ്റ്റ് സെൽഫ് മെയ്ഡ് ബില്യണയർ ഇൻ ദ വേൾഡ് ആയത്. അദ്ദേഹം ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വന്നത്. പക്ഷേ ബില്യണയർ അവൻ അതൊന്നും അദ്ദേഹത്തിനെ തടഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിൽ ഉണ്ടായ ഒരു ക്രിയേറ്റീവ് ഐഡിയയാണ് അദ്ദേഹത്തെ ഇന്ന് കാണുന്ന നിലയിലുള്ള വിജയത്തിലേക്ക് എത്തിച്ചത്. 2013 ഓയോ റൂംസ് എന്ന പുത്തൻ ആശയം അദ്ദേഹത്തിന് ഒരു വലിയൊരു സംരംഭമാക്കി മാറ്റാൻ പറ്റി. അപ്പോൾ ക്രിയേറ്റീവ് ഐഡിയാസ്, പുതുമയേറിയ ഐഡിയാസിനാണ് ഇന്നത്തെ ലോകത്ത് വില. നിങ്ങളുടെ സ്കിൽ ഉള്ള മേഖല അറിയുന്നത് നിങ്ങളുടെ പാരൻസിനോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ല. അത് നിങ്ങൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് അത് വളർത്തിയെടുക്കണം. നമ്മുടെ നാട്ടിൽ വലിയ സാധ്യതകളുള്ള ചില മേഖലകൾ നമുക്ക് പരിചയപ്പെടാം. 1.3 to 1.5 ബില്യൺ സ്റ്റുഡൻസിനെയാണ് ഈ കോവിഡ് കാരണം അവരുടെ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും എല്ലാം അടഞ്ഞ് അവരെ അഫക്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു സാധ്യതയാണ് ലോക്കൽ പ്രീ പ്രൈമറി ആൻഡ് പ്രൈമറി സ്കൂൾസ് ഒക്കെ. അതായത് നമ്മളുടെ ഏരിയയിൽ തന്നെ, നമ്മളുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്കൊരു സ്കൂൾ തുടങ്ങാം, പ്രീ പ്രൈമറി ആൻഡ് പ്രൈമറി കുട്ടികളെല്ലാം വെച്ചിട്ട്. കാരണം കുട്ടികളെ അടുത്ത് ഉള്ള സ്ഥലങ്ങളിൽ തന്നെ വിട്ടു പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ ഹോം സ്കൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ സ്കൂൾ ഉണ്ടാക്കി കുട്ടികളെ അവിടെ വെച്ച് പഠിപ്പിക്കുക. പിന്നെ ഹോം ട്യൂഷൻ, വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കാം. പല ക്ലാസ്സിലും KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വരെ നമുക്ക് ട്യൂഷൻ എടുക്കാം. അതേപോലെ കൗൺസിലിംഗ് അറിയുന്നവർക്ക് കൗൺസിലിംഗ് ചെയ്യാം. അതേപോലെ തന്നെ ഓൺലൈൻ ട്യൂഷൻസിന് വലിയൊരു സാധ്യതയാണുള്ളത്. US-ലും ജർമ്മനിയിലും UK-ലും ഒക്കെ ഉള്ള സ്റ്റുഡൻസിനൊക്കെ ഈ ഓൺലൈൻ ട്യൂഷൻ വഴി നമുക്ക് ധാരാളം സമ്പാദിക്കാൻ കഴിയും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറേ വെബ്സൈറ്റുകളുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇനി കാണാൻ പോകുന്ന സാഹചര്യം റൂറൽ സെൽഫ് സഫിഷ്യൻസിയാണ്. നമ്മളുടെ വില്ലേജ്, നമ്മളുടെ ഗ്രാമം തന്നെ സ്വയം സെൽഫ് സഫിഷ്യൻറ്റ് ആവാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഗ്രാമത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പച്ചക്കറികളും പഴങ്ങളും എല്ലാം അവിടെ തന്നെ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഇനി കാണാൻ പോകുന്നത്. ഓരോ വീട്ടിലും അവർക്ക് വേണ്ടിയിട്ടുള്ള കൃഷി അവർ ചെയ്യുന്നു. അതാണ് ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ ഇപ്പോൾ വളരെ വലിയതായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഹോം ഡെലിവറി വെൻഡേഴ്സ്, ഹോം ഡെലിവറി കിച്ചൺസ് എല്ലാം നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അതായത് വീട്ടിൽ തന്നെ ഒരു മെസ്സ് തുടങ്ങുകയോ ഓർഡർ അനുസരിച്ച് ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യുന്ന ഒരു രീതി, അതിന് ഇപ്പോൾ വളരെ വലിയ സാധ്യതയാണ് നമുക്കുള്ളത്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് റോ മെറ്റീരിയൽസ്, ഒരു
ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് മാത്രം മതി. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കിതിന് മുന്നിട്ടിറങ്ങാം. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ സ്കിൽ ഏത് മേഖലയിലാണെന്ന് കണ്ടെത്തി നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ തിരിക്കുക. എന്നിട്ട് അതിനെ വളർത്തിയെടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫ്രീലാൻസിങ് ജോബ്സിൻ്റെ അനന്ത സാധ്യതകൾ ഉള്ള മേഖലയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി കുറച്ച് ഫ്രീലാൻസിങ് വെബ്സൈറ്റുകൾ പരിചയപ്പെടാം. ഈ കാണുന്ന വെബ്സൈറ്റ്സാണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഫ്രീലാൻസിങ് വെബ്സൈറ്റ്സ്. ഇതിൽ പോയി നമ്മളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്ത് നമുക്ക് നമ്മളുടെ സ്കിൽ എന്താണോ അത് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉള്ള വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ടെക്നോളജിക്കലി നിങ്ങൾക്ക് കുറച്ച് അറിവുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഞാനിത് ഷെയർ ചെയ്യുന്നു. അതായത് ഡീപ്പ് ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം അറിയുന്ന ആളുകൾക്കാണെങ്കിൽ $115 വരെ ഒരു മണിക്കൂർ സമ്പാദിക്കാം. അതേപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ആർക്കിടെക്ചർ അറിയുന്നവരാണെങ്കിൽ $87 ഒരു മണിക്കൂർ സമ്പാദിക്കാം. റോബോട്ടിക്സ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്രിപ്റ്റോ കറൻസി, ആമസോൺ വെബ് സർവീസസ്, വിർച്വൽ റിയാലിറ്റി, റിയാക്ട് ജെഎസ് ഡെവലപ്പേഴ്സ്, ഫൈനൽ കട്ട് പ്രോ എഡിറ്റർ, ഇൻസ്റ്റഗ്രാം മാർക്കറ്റിംഗ്, ഇതൊക്കെയാണ് ടോപ്പ് ലെവൽ നിൽക്കുന്ന ടെക്നോളജി റിലേറ്റഡ് ജോബ്സ് ആയിട്ട് ഇന്ന് ലോകത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ജോബ്സ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഒന്നിലും ഒരു സ്കിൽസ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ, എനിക്ക് ഒന്നും അറിയില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങൾ വലിച്ചെറിയുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ജോബുകളോ, ഡാറ്റ എൻട്രി, ഫോട്ടോ എഡിറ്റിംഗ്, വേർഡ് ടു PDF കൺവേർഷൻ, ട്രാൻസ്ലേഷൻ, അങ്ങനത്തെ പല മേഖലയിലും നിങ്ങൾക്ക് കൈവയ്ക്കാൻ സാധിക്കും. നമുക്ക് ചുറ്റുമുള്ള ലോകം ഇപ്പോൾ വളരെ വേഗത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളും സെൽഫ് ഡെവലപ്പ് ആക്കുക. എന്നാൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ചെറിയ കുട്ടികൾ പോലും യൂട്യൂബ് ചാനൽ തുടങ്ങി വരുമാനം ഉണ്ടാക്കുന്നു. വളരെ നല്ല പ്രസൻറ്റേഷൻ മാത്രമാണ് അവർ ചെയ്യുന്നത്. നമുക്കും ഈ ലോകത്തോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആവുമെങ്കിൽ തീർച്ചയായും തുടങ്ങാം ഒരു ചാനൽ. Realize the amazing opportunities around you and make use of it wisely. കോവിഡ് ക്രൈസിസ്, അതിനോടുള്ള സമീപനം എങ്ങനെയെന്നുള്ളതാണ് അതിനെ ഡേഞ്ചറോ ഓപ്പർച്യൂണിറ്റിയോ ആക്കി മാറ്റുന്നത്. കോവിഡ് ക്രൈസിസ് ഭാരമായി വരുന്നത് അതിനെ തലയിൽ വെച്ചവർക്കാണ്. അതായത് ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് എന്താണാവോ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് പേടിച്ചിരുന്ന് അവസാനം മരണത്തിലേക്ക് വരെ എത്താം. അതിനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയാൽ നമുക്ക് രക്ഷപ്പെടാം. അതുമൂലം ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമാകാം. ചില ആളുകൾ കോവിഡ് എനിക്ക് വന്നിട്ടുണ്ടോ എന്ന് വരെ സംശയിച്ച് ആത്മഹത്യ ചെയ്യുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. ഖുറാനിൽ 17-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ആയത്തിൽ പറയുന്നു, ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്, അള്ളാഹു ആണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്. അതേപോലെ തന്നെ 11-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ആയത്തിൽ പറയുന്നു, ഭൂമിയിൽ യാതൊരു ജന്തുവും അതിൻ്റെ ഉപജീവനം അള്ളാഹു ബാധ്യത ഏറ്റെടുത്തിട്ടില്ലാതെ ഇല്ല. അള്ളാഹു നമുക്ക് വിധിച്ച ഉപജീവനം കിട്ടാൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ അവൻ നമ്മളെ അതിലേക്ക് എത്തിക്കും. അതേപോലെ തന്നെ ഖുർആനിൽ 93-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ പറയുന്നു, ഒരു ഇരുട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഒരു വെളിച്ചവുമുണ്ട്. അതുകൊണ്ട് സമയം പാഴാക്കാതിരിക്കുക. നമുക്ക് ലഭിച്ചിട്ടുള്ള സമയം ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഈ അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുൻപിൽ ഉണ്ട്. അതിനെയെല്ലാം മനസ്സിലാക്കി നന്നായി യൂട്ടിലൈസ് ചെയ്ത് നാളത്തെ മിന്നുന്ന താരങ്ങളാവാൻ നമുക്ക് ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. പ്രവാസികളായിട്ടുള്ള സ്ത്രീകൾക്ക് വളരെ സാധ്യതയുള്ള മേഖലയാണ് വീട്ടിൽ തന്നെ മെസ്സ് തുടങ്ങുന്നത്. അതായത് ഹോംലി ഫുഡ് മറ്റുള്ളവർക്ക് ഡെലിവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ മൈലാഞ്ചി ഇടുന്നത് വളരെയധികം സാധ്യതയുള്ള മേഖലയാണ്. അതേപോലെ തന്നെ വീട്ടിൽ തന്നെ ഒരു ഡേ കെയർ തുടങ്ങിക്കഴിഞ്ഞാലും അത് വളരെയധികം സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. പിന്നെ ധാരാളം കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കഴിഞ്ഞാലും അത് വളരെ നല്ലൊരു ഫീൽഡാണ്. നമുക്ക് ഉയരാൻ പറ്റിയ മേഖലകളാണ് ഇതെല്ലാം. സൈഡായിട്ട് നമുക്ക് ധാരാളം വരുമാനം ലഭിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. കോവിഡ്-19 അനന്ത സാധ്യതകൾ അവരും തിരിച്ചറിയട്ടെ.